പതിവ് പോലെ സ്കൂൾ വിട്ടു വന്ന ആ കുട്ടി പതിവിന് വിപരീതമായി ഒരു കത്ത് തന്റെ അമ്മക്ക് നേരെ നീട്ടിയിട്ട് പറഞ്ഞു, അമ്മേ, ഇതെന്റെ ക്ലാസ് ടീച്ചർ അമ്മക്കായി തന്നയച്ചതാണ്. വളരെ ആകാംക്ഷയോടെ കത്ത് വാങ്ങി ആ അമ്മ അതിലൂടെ കണ്ണോടിച്ചു. ഉടനെ ആ അമ്മയുടെ മുഖം വാടാൻ തുടങ്ങി. ആ ഭാവമാറ്റം കണ്ട മകൻ ചോദിച്ചു, എന്താണമ്മേ ആ കത്തിൽ? ഉടനെ ചെറുതായി പുഞ്ചിരിച്ചുകൊണ്ട് ആ അമ്മ ആ കത്ത് ഉറക്കെ വായിക്കാൻ തുടങ്ങി. അത് ഇങ്ങനെയായിരുന്നു: നിങ്ങളുടെ മകൻ അസാമാന്യ കഴിവുള്ള ബുദ്ധിമാനായ ഒരു കുട്ടിയാണ്. ഈ ചെറിയ സ്കൂളിലെ സൗകര്യങ്ങളോ അധ്യാപകരോ അവനെ നന്നായി പഠിപ്പിക്കാൻ മതിയാവില്ല. അതുകൊണ്ട് നിങ്ങൾ തന്നെ അവനെ കൂടുതൽ സമയം പഠിപ്പിക്കുന്നതാണ് ഉചിതം എന്ന് ക്ലാസ് ടീച്ചർ. അങ്ങനെ നാളുകൾ കടന്നുപോയി. മാസങ്ങളും വർഷങ്ങളും കഴിഞ്ഞു. ആ കുട്ടി വളർന്നു വലുതായി. ലോകമറിയുന്ന തോമസ് അൽവ എഡിസൺ എന്ന മികച്ച ശാസ്ത്രജ്ഞനായി മാറിയിരിക്കുന്നു. അദ്ദേഹം ഒരു ദിവസം തന്റെ വീട്ടിലെ പഴയ പുസ്തകങ്ങളും സാധനങ്ങളുമെല്ലാം അടുക്കി വൃത്തിയാക്കിക്കൊണ്ടിരിക്കും. തന്റെ അമ്മയുടെ ആ പഴയ പെട്ടിയിൽ നിന്ന് മടക്കിയ ഒരു പേപ്പർ കഷ്ണം എഡിസന് കിട്ടി. വർഷങ്ങൾക്ക് മുമ്പ് തന്റെ അടുക്കൽ എന്റെ ക്ലാസ് ടീച്ചർ അമ്മയ്ക്കായി കൊടുത്തുവിട്ട ആ കത്തായിരുന്നു. ആവേശത്തോടെ കത്ത് വായിച്ച എഡിസൺ പൊട്ടി കരയാൻ തുടങ്ങി. മണിക്കൂറുകളോളം അതിൽ ഇങ്ങനെയായിരുന്നു: നിങ്ങളുടെ മകൻ ബുദ്ധിയില്ലാത്ത ഒരു കുട്ടിയാണ്. വെറുതെ അവനെ പഠിപ്പിച്ചു സമയം കളയാൻ ഞങ്ങൾക്കാവില്ല. ദയവായി ഇനി അവനെ ഈ സ്കൂളിലേക്ക് അയക്കരുത്. മണിക്കൂറുകളോളമുള്ള തന്റെ കരച്ചിലൊതുക്കി അവസാനം അയാൾ തന്റെ പഠനമുറിയിലെ മേശപ്പുറത്ത് നിന്ന് ഒരു ഡയറി എടുത്തു. ഇങ്ങനെ കുറിച്ചു: ബുദ്ധിയില്ലാത്ത മണ്ടനായ എഡിസനെ മഹാനാക്കിയ എന്റെ അമ്മയാണ് യഥാർത്ഥ ധീരവനിത. ഇങ്ങനെ ദുർബല മനസ്സുള്ള കുട്ടികളെ നമ്മൾ ഒരിക്കലും പരിഹസിക്കരുത്. നമ്മൾ നിസ്സാരമായി കാണരുത്. ആ കുട്ടികൾ നാളെയുടെ അഭിമാനമായി മാറിയേക്കാം.